സീനിയർ ബോയ്സിന്റെ ഒന്നാം സ്ഥാനമാണ് പാലക്കാട് നേടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ഇടാൻ പറ്റിയതിൽ സങ്കടമുണ്ട്. അത് വർക്കൗട്ടിൻ്റെ ലാഗും അത് എല്ലാം കാര്യം കൊണ്ടാണ്. ആംഗിൾ ഇഞ്ചുറി ആയിരുന്നു ഒരു മാസത്തോളം. പ്രോപ്പർ ഫുൾ റെസ്റ്റ് ആയിരുന്നു. അത് ലാസ്റ്റ് 1 വീക്ക് ആൻഡ് 2 വീക്കാണ് ഈ വർക്കൗട്ട് കിട്ടിയത്. അതില്ലെങ്കിൽ ഉറപ്പായി റെക്കോർഡ് എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഇത്. കരിയറിലെ ബെസ്റ്റ് ടൈമാണോ? അതെ 7-9 ബെസ്റ്റ് ടൈമാണ്. ഹീറ്റ്സിലെ പ്രകടനവും ഒപ്പം തന്നെ ഫൈനലിലെ പ്രകടനവും എങ്ങനെയാണ് കാണുന്നത്? വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു? ഹീറ്റ്സിൽ ഈസിയാണ് ഞാൻ പോയത്, പക്ഷേ ബ്ലോക്ക് സ്റ്റാർട്ട് ഭയങ്കര മോശമായിരുന്നു. ആക്സലേഷൻ കിട്ടിയില്ല. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു, താരമാണ് എന്ന് പറഞ്ഞു. അതെ, മാനോടിന് എനിക്ക് പിന്നെ ടൈം കുറച്ചും കൂടി താഴെന്നാണ് സാറ്റിസ്ഫാക്ഷൻ. അവന് ആ ഒരു 1.5 മാസത്തെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10-6 ഓടി ഉണ്ടാവാൻ ഉറപ്പാണ്. എന്താണ് ഇവനിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഞാൻ ഏഷ്യൻ ഒളിമ്പിക്സ് പോകുന്നുള്ള ലക്ഷ്യം. അല്ലെങ്കിൽ യാതൊരു കുറവില്ല. ഇനി ഏതൊക്കെയാണ് ഇവന്റ്? ഇനി 200 മീറ്റേഴ്സ് ഉണ്ട്. ആരാ, പിതാവ് തന്നെയാണോ പരിശീലകൻ? അരവിന്ദാക്ഷൻ പരിശീലകനുണ്ട്. ഒപ്പം എന്ത് തോന്നുന്നു ഈ പ്രകടനത്തിൽ? ഏറ്റവും മികച്ച അവൻ്റെ ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഇനിയുള്ള വരുന്ന മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പങ്കെടുക്കുന്ന ഒരു ഏഷ്യൻ ഗെയിംസ് 2028 ഏഷ്യൻ ഗെയിംസ് അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഒക്കെ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഏതൊക്കെയാണ് ഇവന്റ് ഉള്ളത്? ഇനിയിപ്പോൾ 200-ഉം റിലേ ആണുള്ളത്. എന്താണ് അതിലൊരു പ്രതീക്ഷ? 200 ഗോൾഡ് തന്നെയാണ്. അതിൽ അങ്ങാപ്പുറം പ്രതീക്ഷയില്ല. റെക്കോർഡോടെ സ്വർണ്ണം വരുന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ എങ്ങനെയാണ് ഈ ഹീറ്റ്സിലെ പ്രകടനം ഒപ്പം തന്നെ ഈ ഫൈനലിലെ പ്രകടനം നോക്കി? 11 ഡെഡാണ് ഓടിയത്. പക്ഷേ കുറച്ചും കൂടെ മൂവ് ചെയ്യാനുണ്ടായിരുന്നു. കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വാമ്പൊക്കെ ചെയ്ത് നമ്മൾ ഫൈനലിലേക്ക് എത്തി.